ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ഹാക്കിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഒരു ഇഷ്ടഭക്ഷണമായിരിക്കും മുട്ട. നമ്മൾ വാങ്ങിയ മുട്ട നല്ലതാണോ, അതെങ്ങനെ കേടാകാതെ സൂക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിന്ന് ലൈഫ് ഹാക്കിലൂടെ നോക്കിയാലോ. നല്ലൊരു സമീകൃത ആഹാരമാണ് മുട്ട. എന്നാൽ പലപ്പോഴും വാങ്ങിയ മുട്ട ഉപയോഗയോഗ്യമാണോ എന്നറിയാൻ കഴിയാറില്ല. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുമ്പോഴാകും ഇത് കേടായതറിയുക. ഇതുപോലെ തന്നെ മുട്ട സൂക്ഷിക്കുന്ന രീതിയും പ്രധാനമാണ്. മുട്ട സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണോ വേണ്ടയോ പോലുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാകും. വാങ്ങിയ മുട്ട ഫ്രഷ് ആണോ എന്നറിയാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില വിദ്യകളുണ്ട്. അതൊക്കെ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഫ്ലോട്ടിംഗ് ടെസ്റ്റ് ആണ്. ഇത് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായി ചെയ്യാവുന്ന ഒന്നാണ്. ഒരു ബൗളിൽ തണുത്ത വെള്ളം എടുക്കുക. സാധാരണ റൂം ടെമ്പറേച്ചറിലെ വെള്ളം മതി കേട്ടോ. ഇതിൽ മുട്ട ഇടുക. മുട്ട വെള്ളത്തിന് അടിയിലേക്ക് പോയി ഇരുവശത്തേക്കുമായി വന്നാൽ ഫ്രഷ് മുട്ടയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇത് ഓംലേറ്റ് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ്. വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ കുത്തി നിൽക്കുന്ന അവസ്ഥയിലെങ്കിൽ ഇത് കുറച്ചാഴ്ചകൾ പഴക്കമെങ്കിലും ഉപയോഗമാണ് എന്ന് തന്നെയാണ് അർത്ഥം. കുറച്ച് പഴക്കം ഉണ്ടാകും, എന്നാലും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് പുഴുങ്ങി കഴിക്കാനൊക്കെ മികച്ചതാണ്. വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെങ്കിൽ ഇത് കഴിക്കാൻ നല്ലതല്ല എന്നാണ് അർത്ഥം. അതായത് മുട്ട ഏറ്റവും താഴെത്തടിയിൽ ചെന്ന് രണ്ട് സൈഡും മുട്ടിയാണ് കിടക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ഓംലേറ്റ് ഒക്കെ ആക്കി യൂസ് ചെയ്യാൻ പറ്റും. അത് പൊങ്ങി ഒരു സൈഡ് മാത്രം മുട്ടി പൊങ്ങിയാണ് കിടക്കുന്നതെങ്കിൽ അത് കുറച്ച് പഴക്കം ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി ഇത് രണ്ടുമല്ല, നല്ല രീതിയിൽ പൊങ്ങി വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്താണ് കിടക്കുന്നതെങ്കിൽ ആ മുട്ട ചീത്തയാണ് എന്നാണ് അർത്ഥം. മുട്ടയുടെ തോടിൽ ചെറിയ വായു സുഷിരങ്ങളുണ്ട്. ഫ്രഷായ മുട്ടയിൽ ഇവയുടെ എണ്ണം കുറവായിരിക്കും. ഇതാണ് മുട്ട താഴേക്ക് പോകാൻ കാരണം. എന്നാൽ പഴയ മുട്ടയുടെ വായു സുഷിരങ്ങളിലൂടെ കൂടുതൽ വായു ഉള്ളിൽ കടന്നെത്തുന്നു. ഇതാണ് ഇവ പൊങ്ങിക്കിടക്കുന്നതിന് കാരണമാകുന്നത്. ഇതല്ലാതെ മുട്ട ഉടച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. മുട്ട ഒരു പരന്ന പ്രതലത്തിൽ പൊട്ടിച്ചൊഴിക്കുക. ഒരു പരന്ന പ്ലേറ്റ് ആയാലും മതി. ഇത് ഫ്രഷ് ആണെങ്കിൽ വെള്ള അധികം പരക്കില്ല. മഞ്ഞയാകട്ടെ ബ്രൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇതുപോലെ തന്നെ അവ മണത്ത് നോക്കിയാൽ ഫ്രഷ് മുട്ടയുടെ ദുർഗന്ധം കുറവായിരിക്കും. പഴയ മുട്ടയാണെങ്കിൽ ഇത്തരം ഗന്ധം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പഴകിയ മുട്ടയുടെ വെള്ള ഇങ്ങനെ ഒഴുകി പരന്നു നടക്കും. മഞ്ഞയും അല്പം പരന്നു വരും. എന്നാലും ദുർഗന്ധമില്ല എങ്കിൽ, അതായത് കേടായ ഗന്ധമല്ല എങ്കിൽ ഇത് ഉപയോഗിക്കാം എന്നാണ് അർത്ഥം. ഇനി മുട്ട റെഫ്രിജറേറ്ററിലല്ല എങ്കിൽ 7 തൊട്ട് ഒരു 10 ദിവസം വരെയാണ് ആയുസ് എന്നാണ് പറയുന്നത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ ഒരു 30 മുതൽ 45 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇതിൽ കൂടുതൽ പഴക്കത്തിൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. സാധാരണ ഫ്രിഡ്ജിലെ ഡോറിലുള്ള സ്ഥലമാണ് മുട്ട വയ്ക്കാറുള്ളത്. എന്നാൽ ഇതിവിടെ വയ്ക്കാതെ മുട്ടയുടെ കാർട്ടണിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതായത് മുട്ട ലഭിക്കുന്ന കാർഡ്ബോർഡ് പെട്ടിയിൽ. ലൂസായി വാങ്ങുന്നതാണെങ്കിൽ കാർട്ടൺ ഉണ്ടാകില്ല. ഇത് ഒരു വിന്റർ സമയത്ത് ഒരു 19 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 21 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. വേനൽക്കാലത്ത് ഒരു 21-23 ഡിഗ്രി വരെയൊക്കെ സൂക്ഷിക്കാം. വാങ്ങുന്ന മുട്ടയുടെ കാർട്ടണിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കി ഉപയോഗിക്കുക. ഇതിലെ ഡേറ്റ് കഴിഞ്ഞും മുട്ട നല്ലതാണോ എന്ന് നോക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വല്ലാതെ കൂടുതൽ കാലം ഉപയോഗിക്കരുതെന്ന് മാത്രം. മുട്ട കേടായാൽ ഇതിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാൽമൊണല്ല എന്ന ബാക്ടീരിയയാണ് ഇതിൽ വളരുന്നത്. കഴിക്കാൻ ഉപയോഗമല്ലാത്ത മുട്ട ദുർഗന്ധമല്ല എങ്കിൽ മുടി സംരക്ഷണത്തിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രഷ് മുട്ടയ്ക്ക് ചുറ്റും ഒരു ക്യൂട്ടിക്കിൾ ഉണ്ട്. ഇത് ബാക്ടീരിയ കടക്കുന്നതിനെ തടയും. എന്നാൽ കടകളിലും മറ്റും ലഭിക്കുന്നവയുടെ ഇത്തരം ക്യൂട്ടിക്കിൾ കഴുകി കാണും. അതായത് മുട്ട വൃത്തിയാക്കാൻ വേണ്ടി കഴുകുമ്പോൾ ഈ ക്യൂട്ടിക്കിൾ പോകും. അതാണ് മുട്ട കേടാകാൻ ഇടയാകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൈഫ് ഹാക്ക്, അതായത് മുട്ട കേടാണോ എന്ന് നോക്കുന്ന സംഭവം, അതുപോലെ തന്നെ മുട്ട എങ്ങനെയൊക്കെ സൂക്ഷിക്കാം എന്നുള്ള ഒരു ലൈഫ് ഹാക്ക്, ഒരു ടിപ്പും അതുപോലെ തന്നെ സിമ്പിൾ ട്രിക്സും ഒക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് സിമ്പിൾ ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ വരാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ലൈഫ് ഹാക്കുമായി കാണുന്നതുവരെ ടാറ്റാ ബൈ.